അതിർത്തി കടന്നുള്ള ഭീകരവാദം നടത്തുന്ന പാകിസ്ഥാനും അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്ന ചൈനയ്ക്കും മറുപടിയായി ഇന്ത്യ പ്രതിരോധ രംഗത്ത് വലിയ മുന്നേറ്റമാണ് കഴിഞ്ഞ കുറച്ചു നാളായി നടത്തുന്നത്. ഭാവിയെ മുന്നിൽ കണ്ടുള്ള പ്രതിരോധ തയ്യാറെടുപ്പുകളാണ് ഇന്ത്യ ഇപ്പോൾ നടത്തുന്നത്. ഇതിനായി ഇപ്പോഴുള്ള സൈനിക ശക്തിയുടെ പോരായ്മ പരിഹരിക്കുകയും ശേഷി വർദ്ധിപ്പിക്കുകയുമാണ്. പ്രതിരോധ രംഗത്തെ സ്വയം പര്യാപ്തമാക്കാൻ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ഇന്ത്യ ഫ്യൂച്ചർ റെഡി കോമ്പാറ്റ് വെഹിക്കിളുകൾ തയ്യാറാക്കുകയാണ്. പ്രോജക്ട് രണജിത്ത് എന്നാണ് ഈ പദ്ധതിക്ക് പേര്. സൈന്യത്തിൽ ഏറ്റവും പഴക്കമേറിയ സോവിയറ്റ് നിർമ്മിതമായ T-72 ടാങ്കുകൾ ഇന്ത്യ മാറ്റുകയാണ്. പകരം ഇന്ത്യൻ കവചിത സേന കൊണ്ടുവരാൻ പോകുന്നവയാണ് പ്രോജക്ട് രണജിത്ത്. ഈ ടാങ്കുകൾ നിർമ്മിക്കാൻ ലാർസൻ ആൻഡ് ടൂബ്രോ, ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ്, മഹീന്ദ്ര ഡിഫൻസ് സിസ്റ്റംസ് എന്നീ 4 സ്വകാര്യ കമ്പനികൾ രംഗത്തുണ്ട്. പദ്ധതിയുടെ പ്രോട്ടോടൈപ്പ് തയ്യാറാക്കാനുള്ള 70% തുക കേന്ദ്ര സർക്കാർ ഫണ്ടാണ്. ബാക്കി 30% സ്വകാര്യ കമ്പനികൾ വഹിക്കുക. പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമല്ല, ഇനി മുതൽ സ്വകാര്യ കമ്പനികളും പ്രതിരോധ രംഗത്തുണ്ടാകും എന്നർത്ഥം. ഇതിലൂടെ പദ്ധതികൾ ദ്രുതഗതിയിൽ പൂർത്തിയാക്കി സൈന്യത്തിലെ സ്വദേശിവൽക്കരണം ശക്തമാക്കാൻ സാധിക്കും. പാകിസ്ഥാനുമായും ചൈനയുമായും അതിർത്തി പങ്കിടുന്ന മലനിരകളിൽ നിലവിലെ T-72 അജയ് ടാങ്കുകൾ പ്രവർത്തിക്കുമ്പോൾ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഇതിന് പരിഹാരമായി മീഡിയം വെയ്റ്റ് പ്ലാറ്റ്ഫോമിലാകും ഫ്യൂച്ചർ റെഡി കോമ്പാറ്റ് വെഹിക്കിളുകൾ ഇന്ത്യ തയ്യാറാക്കുന്നത്. 4 സൈനികർക്ക് ഒരേ സമയം പ്രവർത്തിക്കാവുന്ന ഇവയ്ക്ക് 55 ടൺ ഭാരമുണ്ടാകും. പ്രധാന പീരങ്കിക്ക് 120 mm അതിൽ കൂടുതലോ ആകും വലിപ്പം. 1 മിനിറ്റിൽ 8 ഷെല്ലുകളെ വരെ ഇവ വിക്ഷേപിക്കും. ശത്രു രാജ്യങ്ങളുടെ മിസൈലുകളെ തകർക്കുന്ന 360° ആക്റ്റീവ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ഇതിലുണ്ട്. ഇതിനു പുറമെ ഡ്രോൺ, ഗൈഡഡ് മിസൈൽ എന്നിവ ഉപയോഗിച്ച് 15 കിലോമീറ്റർ ദൂരപരിധിയുള്ള ലക്ഷ്യങ്ങളെ തകർക്കുന്ന പ്രതിരോധ സംവിധാനവും ഉണ്ടാകും. പുറമേയുള്ളത് പൂർണ്ണമായും കാണാവുന്ന സീത്രോ സാങ്കേതികവിദ്യ ഇതിലുണ്ട്. പുത്തൻ സെൻസറുകളും ഡിജിറ്റൽ ഡിസ്പ്ലേയും ഈ ടാങ്കിൽ ഉപയോഗിക്കും. അതീവ മികവാർന്നതാകും ടാങ്കിലെ ഡ്രോൺ സംവിധാനം. ഓൺബോർഡ് നെസ്റ്റ് സംവിധാനം വഴി ശത്രുക്കളുടെ സ്ഥാനങ്ങൾ നേരിൽ കണ്ട് നിരീക്ഷിക്കാനും ശത്രുക്കളെ ടാങ്കിലിരുന്ന് തന്നെ കണ്ടെത്താനും കഴിയുന്നതാണ് ഇതിലെ ഡ്രോൺ. ഓട്ടോമേറ്റഡ് ടാർഗറ്റ് ഡിറ്റക്ഷൻ സംവിധാനം ഇതിലുണ്ട്. ഒന്നിലധികം ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കുന്നതാണിത്. 1500 ഹോഴ്സ് പവറാകും എഞ്ചിൻ. അടുത്ത വർഷത്തിന് അകം നിർമ്മാണ ഏജൻസി ഏതെന്ന് അറിയാനാകും. ടാങ്കിന്റെ പ്രോട്ടോടൈപ്പ് 2028-29 പുറത്തിറങ്ങുക. പദ്ധതി ചെലവ് $6.7 ബില്യൺ പ്രതീക്ഷിക്കുന്നത്. റഷ്യയുടെ കയ്യിലെ ഇതിന് സമാനമായ ടാങ്കുകളിൽ ഒരെണ്ണത്തിന് 30 മുതൽ 42 കോടി വരെയാണ് ചെലവ്. ഇന്ത്യയിലേത് എത്രയാകുമെന്നത് ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. 3 ഘട്ടമായി 1770 ടാങ്കുകൾ ഇന്ത്യ നിർമ്മിക്കുമെന്നാണ് പ്രതീക്ഷ. അതേസമയം ചൈന 5ാം തലമുറയിലെയും 6ാം തലമുറയിലെയും യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുമ്പോൾ അവയെ നേരിടാൻ ഇന്ത്യയിലെ ഘാതക് ഡ്രോണുകൾക്ക് കഴിയുമെന്ന് വിദഗ്ധർ. J-20 ആണ് ചൈനയുടെ 5ാം തലമുറ യുദ്ധവിമാനം. 6ാം തലമുറ യുദ്ധവിമാനം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. ഘാതക് ഡ്രോണുകളുടെ ഫ്ലൈറ്റ് ടെസ്റ്റ് കഴിഞ്ഞ ദിവസം കർണാടകയിലെ ചിത്രദുർഗയിലെ എയ്റോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിൽ വിജയകരമായി നടത്തിയതോടെ ആളില്ലാ ഡ്രോണുകളുടെ പ്രീമിയം ക്ലബിൽ ഇന്ത്യയും കയറിയിരിക്കുന്നു. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഘാതക് എന്നത് ആളില്ലാ ആകാശവാഹനത്തിൽപ്പെട്ട ഡ്രോണാണ്. ഇതിന് ചൈനയുടെ J-20യെയും വരാനിരിക്കുന്ന 6ാം തലമുറയെയും നേരിടാൻ കഴിയുമെന്ന് മാത്രമല്ല, ആളില്ലാ ഡ്രോൺ ആയതിനാൽ ഏറ്റുമുട്ടലിൽ ഇന്ത്യക്ക് മനുഷ്യജീവൻ പൊലിയുമോ എന്ന ഭയവും വേണ്ട. യുദ്ധവിമാനങ്ങൾക്ക് പുറമെ വില കൂടിയ റഡാർ സംവിധാനങ്ങൾ, കമാൻഡ് സെന്ററുകൾ എന്നിവയെ നശിപ്പിക്കാൻ ഘാതകിന് സാധിക്കും. 13 ടൺ മാത്രമേ ഘാതകിന് ഭാരമുള്ളൂ. ഭാരം കുറഞ്ഞ കാർബൺ ഉപയോഗിച്ചാണ് ഘാതകിന്റെ ചിറകുകൾ ഡിസൈൻ ചെയ്തത് എന്നതിനാലാണ് ഭാരം കുറഞ്ഞത്. വാലില്ലാത്ത രീതിയിലാണ് ഡിസൈൻ. ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനത്തിന് പോലും 2.5 ടൺ ഇന്ധനമേ വഹിക്കാൻ കഴിയുമെങ്കിൽ ഘാതകിന് 3.7 ടൺ ഇന്ധനം വഹിക്കാൻ കഴിയും. 5 മുതൽ 8 മണിക്കൂർ വരെ തുടർച്ചയായി പറക്കാനും സാധിക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.